സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിന്റെ അപ്പസ്തോലനായ വിശുദ്ധ പത്രോസിനാൽ നടന്ന ഒരു അത്ഭുതത്തെക്കുറിച്ചും തുടർന്നുള്ള വിശ്വാസ പ്രഖ്യാപനവും നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ജെറുസലേം ദേവാലയത്തിലെ സുന്ദര കവാടത്തിൽ വെച്ച് മുടന്തനായ ഒരാളെ പത്രോസ് സൗഖ്യപ്പെടുത്തിയത് കണ്ട് ജനങ്ങൾ അത്ഭുതാരവങ്ങളോടെ അദ്ദേഹത്തെ നോക്കിയപ്പോൾ പത്രോസ് പറഞ്ഞു, മഹത്വം തന്റേതല്ല, ദൈവത്തിൻ്റെതാണ്. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടു എന്നതിന്റെ സാക്ഷികളാണ്. ദൈവം തന്റെ പുത്രനോടുത്ത അധികാരത്താലാണ് ഈ മനുഷ്യന് സൗഖ്യം കിട്ടിയത് എന്ന് വ്യക്തമാക്കുന്ന ഭാഗമാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. മുടന്തൻ പത്രോസിനെയും യോഹന്നാനെയും വിട്ട് മാറാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ ജനങ്ങൾ ആശ്ചര്യപ്പെട്ട് സോളമന്റെ മണ്ഡപത്തിൽ അവന്റെ അടുത്ത് ഓടിക്കൂടി. ഇത് കണ്ട പത്രോസ് അവരോട് പറഞ്ഞു, ഇസ്രായേൽ ജനമേ, നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? ഞങ്ങൾ ഞങ്ങളുടെ ശക്തിയോ സുഹൃത്തമോ കൊണ്ട് ഇവന് നടക്കാൻ കഴിയും എന്ന മട്ടിൽ നിങ്ങൾ ഞങ്ങളെ സുരക്ഷിച്ചു നോക്കുന്നത് എന്തിന്? അബ്രാഹത്തിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും ദൈവം, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ അവനെ ഏൽപ്പിച്ചു കൊടുത്തു. പീലാത്തോസ് അവനെ വിട്ടയക്കാൻ തീരുമാനിച്ചു. പരിശുദ്ധനും നീതിമാനുമായ അവനെ നിങ്ങൾ നിരാകരിച്ചു. പകരം ഒരു കൊലപാതകിയെ വിട്ടയക്കാൻ നിങ്ങൾ അപേക്ഷിച്ചു. ജീവന്റെ നാഥനെ നിങ്ങൾ വധിച്ചു. എന്നാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികളാണ്. അവന്റെ നാമത്തിലുള്ള വിശ്വാസമൂലമാണല്ലോ ഞങ്ങൾ ഈ മനുഷ്യനെ സുഖപ്പെടുത്തിയത്. സഹോദരനെയും ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് പത്രോസ് കൊടുത്തു. തന്നെ ജനങ്ങൾ അത്ഭുതത്തോടെ നോക്കിയപ്പോൾ താനല്ല ഇതിന് കാരണക്കാരൻ, ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് വിനീതനാവുകയാണ് ഉണ്ടായത്. നാം ചെയ്ത ഓരോ കാര്യത്തിലും സ്വയമേവ അഹങ്കരിക്കാൻ നമുക്കൊന്നുമില്ലെന്ന സത്യം മനസ്സിലാക്കുവാനും അതോടൊപ്പം പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനവും കൂടെയാണ് ഈ തിരുവചന ഭാഗം. നന്ദി. ജയ് ക്രൈസ്റ്റ്.